ഡോക്ടർ മുഹമ്മദ് അർഷാദ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി, കണ്ണൂർ ഡെന്റൽ കോളേജ്, അഞ്ചരക്കണ്ടി. ഡോക്ടർ വിവേക് ജി, ഡെന്റിസ്റ്റ് ആൻഡ് യു ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, കോഴിക്കോട് എന്നിവർ തയ്യാറാക്കിയ പഠന സാമഗ്രികളെ അടിസ്ഥാനമാക്കി വികസിപ്പിച്ചെടുത്ത ഓഡിയോ പോഡ്കാസ്റ്റ് പരമ്പരയുടെ ഭാഗമാണിത്. ഈ പോഡ്കാസ്റ്റുകൾ പ്രധാനമായും കിടപ്പിലായവരുടെയും സാന്ത്വന പരിചരണം ആവശ്യമുള്ളവരുടെയും വാർദ്ധക്യസഹജമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുടെയും വായുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിനായി. സാധാരണക്കാരായ പരിചരണം നൽകുന്നവർ, നഴ്സിംഗ് അസിസ്റ്റന്റുമാർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർമാർ, അങ്കണവാടി ആശാപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, പിന്നെ ദീർഘകാല പരിചരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുടുംബാംഗങ്ങൾ എന്നിവർക്കുള്ള പരിശീലന സാമഗ്രിയായി ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഈ മൊഡ്യൂളുകൾ പൂർത്തിയാക്കുന്നതിലൂടെ പങ്കെടുക്കുന്നവർക്ക് വായിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനും പരസഹായം ആവശ്യമുള്ള രോഗികളുടെ ദൈനംദിന വായുടെ ശുചിത്വം പുറപ്പാക്കാനും ചെറിയ വായപ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും ദന്തരോഗ വിദഗ്ധന്റെ സഹായം ആവശ്യമുള്ള കേസുകൾ തിരിച്ചറിയാനും സാധിക്കും. അപ്പോൾ ഈ പരിശീലന പരമ്പരയിലെ 12ാമത്തെ, അതായത് അവസാനത്തെ മൊഡ്യൂളിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. കഴിഞ്ഞ മൊഡ്യൂളുകളിലൊക്കെ നമ്മൾ ഒരുപാട് പ്രായോഗിക കാര്യങ്ങൾ സംസാരിച്ചു, അല്ലേ? വായുടെ ആരോഗ്യം, പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ നോക്കാമെന്നൊക്കെ. അതെ അതെ അതെ. പക്ഷേ ഈ അവസാന മൊഡ്യൂള് ഇത് കുറച്ച് വ്യത്യസ്തമാണ്. ഇത് പരിചരണത്തിന്റെ ഒരു ആത്മാവിലേക്ക്, ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒന്നാണ്. ധാർമ്മികത, എത്തിക്സ്, പിന്നെ അനുകമ്പ, കമ്പാഷൻ. ശരിയാണ്. സത്യം പറഞ്ഞാല് വെറും ടെക്നിക്കൽ കഴിവുകൾ, ആ സ്കില്ല് മാത്രം പോരല്ലോ. ഒരു റോബോട്ടിന് വേണമെങ്കിലും നമുക്ക് പല്ല് വൃത്തിയാക്കാൻ പഠിപ്പിക്കാം. പക്ഷെ മനുഷ്യന്റെ പരിചരണത്തെ, അതിനെന്താണ് ഒരു പ്രത്യേകത കൊടുക്കുന്നത്? അതാണ് നമ്മൾ ഇന്ന് ഈ വിദഗ്ധരുടെ മെറ്റീരിയൽ വെച്ച് ആഴത്തിൽ നോക്കാൻ പോകുന്നത്. അതെ, നിങ്ങൾ പറഞ്ഞ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ടെക്നിക്കൽ സ്കിൽ അത് ഉറപ്പായും വേണം, അത് ബേസിക്കാണ്. പക്ഷേ അതിനൊരു ജീവൻ കൊടുക്കുന്നത്, ഒരു മാനുഷിക മുഖം നൽകുന്നത് ഈ പറയുന്ന ധാർമ്മിക അടിത്തറയും പിന്നെ അനുകമ്പയുമാണ്. അനുകമ്പയില്ലാതെ ഒരു വൈദഗ്ധ്യം അത് വെറും മെക്കാനിക്കലാവും, ഒരു യാന്ത്രികമായ പ്രവൃത്തി. അതുപോലെ കൃത്യമായൊരു ധാർമ്മിക ചട്ടക്കൂടില്ലാത്ത, ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത അനുകമ്പയാണെങ്കിലോ അതും ചിലപ്പോൾ ലക്ഷ്യം കാണില്ല. അപ്പോൾ രണ്ടും ഒരുമിച്ചു പോണം. അപ്പോഴാണ് പരിചരണം ശരിക്കും പൂർണ്ണമാവുന്നത്, അതിനൊരു അർത്ഥം വരുന്നത്. അപ്പോൾ ഈ ധാർമ്മിക അടിത്തറ, എത്തിക്കൽ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഈ പഠന സാമഗ്രികളിൽ എന്തിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്? ശരി, ഇതിൽ പ്രധാനമായിട്ടും ഒരു 4 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഒന്നാമത്തേത് ജീവനോടും വ്യക്തിയുടെ അന്തസ്സിനോടുമുള്ള ബഹുമാനം, റെസ്പെക്ട് ഫോർ ലൈഫ് ആൻഡ് ഡിഗ്നിറ്റി. നമ്മൾ പരിചരിക്കുന്ന ഓരോ വ്യക്തിയും, അവർ പ്രായമായവരാകാം, ചെറുപ്പക്കാരാകാം, ബോധത്തോടെ ഇരിക്കുന്നവരാകാം, അബോധാവസ്ഥയിലാവാം, എങ്ങനെയാണെങ്കിലും അവരെ പൂർണ്ണ ബഹുമാനത്തോടെ കാണണം. വായ വൃത്തിയാക്കുക എന്നത് വെറും ഒരു ക്ലീനിംഗ് ജോലിയല്ല. അതൊരാളുടെ ആരോഗ്യം, ആശ്വാസം ഇതൊക്കെ നിലനിർത്തുന്നതിന്റെ ഭാഗമാണ് എന്നൊരു ബോധ്യം വേണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം പലപ്പോഴും ആവർത്തിച്ച് ചെയ്യുമ്പോൾ അതൊരു സാധാരണ, ഒരു റുട്ടീൻ ജോലിയായി മാത്രം കാണാൻ സാധ്യതയുണ്ട്. തീർച്ചയായും തീർച്ചയായും. രണ്ടാമത്തെ തത്വം സത്യസന്ധതയും ഉത്തരവാദിത്വവുമാണ്. ഓണസ്റ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് നമ്മൾ രോഗിയെ നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് വായിൽ എന്തെങ്കിലും അസാധാരണമായി കണ്ടാൽ അത് സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യണം, മറച്ചുവെക്കാൻ പാടില്ല. ശരി. നമ്മുടെ ഭാഗത്തുനിന്ന് അറിയാതെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും അത് തുറന്നു പറയാനുള്ള ഒരു ആർജവം കാണിക്കണം. ഇത് പരസ്പര വിശ്വാസമുണ്ടാക്കും. അതിലുപരി രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇതത്യാവശ്യമാണ്. ശരിയാണ്, വിശ്വാസം. ഈ കെയർ ഗിവിംഗ് ഫീൽഡിൽ വിശ്വാസം ഒരു വലിയ ഘടകമാണല്ലോ. വളരെ പ്രധാനം. അതെ. മൂന്നാമത്തേത് രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുക, കോൺഫിഡൻഷ്യാലിറ്റി. രോഗിയെ സംബന്ധിച്ച വിവരങ്ങൾ, അവരുടെ ആരോഗ്യസ്ഥിതി, വ്യക്തിപരമായ കാര്യങ്ങൾ ഇതൊന്നും ആവശ്യമില്ലാത്തവരുമായി പങ്കുവെക്കരുത്. നമ്മൾ ചിലപ്പോൾ അറിയാതെ പോലും പുറത്തുള്ളവരുമായിട്ട് രോഗിയുടെ അവസ്ഥയെക്കുറിച്ച് സംസാരിച്ചെന്നിരിക്കും. അതൊഴിവാക്കണം. ഇത് രോഗിയുടെ സ്വകാര്യതയെ മാനിക്കലാണ്, അതുപോലെ നമ്മുടെ ഒരു പ്രൊഫഷണലിസത്തിന്റെ ഭാഗം കൂടിയാണ്. ഓക്കെ. അപ്പോ 4ാമത്തെ തത്വം എന്താണ്? 4ാമത്തേത് സമത്വവും നീതിയുമാണ്. ഈക്വാലിറ്റി ആൻഡ് ഫെയർനെസ്. രോഗിയുടെ പ്രായമോ മതമോ ജാതിയോ സാമ്പത്തിക സ്ഥിതിയോ ആണാണോ പെണ്ണാണോ എന്നുള്ളതോ ഇതൊന്നും നമ്മുടെ പരിചരണത്തെ ഒരു തരത്തിലും സ്വാധീനിക്കാൻ പാടില്ല.
എല്ലാവർക്കും ഒരേ നിലവാരത്തിലുള്ള പരിചരണം കിട്ടണം, ഒരേ ബഹുമാനവും കിട്ടണം, ഒരു വിവേചനവും പാടില്ല. അനുകമ്പയ്ക്ക് അതിരുകളില്ല എന്നൊരു ചിന്ത എപ്പോഴും മനസ്സിൽ വേണം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ബഹുമാനം, സത്യസന്ധത, രഹസ്യ സ്വഭാവം, സമത്വം ഇവയാണ് ശരിക്കും ധാർമ്മികമായ പരിചരണത്തിന്റെ ഒരു അടിസ്ഥാനമെന്ന് പറയാമല്ലേ? അതെ, അടിസ്ഥാന ശിലകൾ. ഇനി നമുക്ക് അനുകമ്പയിലേക്ക് വരാം. ഈ മെറ്റീരിയലിൽ ഇതിനെ പരിചരണത്തിന്റെ ഹൃദയം എന്നാണ് പറയുന്നത്. കേൾക്കാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ പ്രായോഗികമായിട്ട് ഇപ്പോൾ വായ വൃത്തിയാക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അനുകമ്പ കാണിക്കാൻ പറ്റുക? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അനുകമ്പ എന്ന് പറഞ്ഞാല് അടിസ്ഥാനപരമായിട്ട് മറ്റൊരാളുടെ ഒരു അവസ്ഥ, അവരുടെ ഒരു ബുദ്ധിമുട്ട്, അത് വേദനയാവാം, അസ്വസ്ഥതയാവാം, അല്ലെങ്കിൽ ഒരു നിസ്സഹായതയാവാം, അതിനെ ഉൾക്കൊള്ളാനും അത് കുറയ്ക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ചെയ്യാനുമുള്ള ഒരു തോന്നലാണ്, ഒരു ആന്തരികമായ പ്രേരണയാണ്. വായുടെ പരിചരണത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റും. ഉദാഹരണത്തിന്, തീരെ വയ്യാതെ കിടക്കുന്ന, സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരാള്, അവരുടെ ചുണ്ടുകൾ വല്ലാതെ വരണ്ടുണറിയിരിക്കുന്നു. നമ്മളത് കാണുമ്പോൾ വളരെ മൃദുവായിട്ട് ഒരു തുണി നനച്ച് ആ ചുണ്ടുകളൊന്ന് തുടച്ചു കൊടുക്കുന്നു. ശരി, അതൊരു ചെറിയ കാര്യമാണ്, പക്ഷേ ആ വ്യക്തിക്ക് കിട്ടുന്ന ആശ്വാസം വലുതാണ്. അവിടെ നമ്മൾ കാണിക്കുന്നത് അനുകമ്പയാണ്. അതുപോലെ ചിലപ്പോൾ രോഗിക്ക് വായ തുറക്കാൻ മടിയുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് വേദനയുണ്ടാവും. അപ്പോൾ ദേഷ്യപ്പെടാതെ, അവരെ വേദനിപ്പിക്കാതെ, വളരെ സാവധാനം, ക്ഷമയോടെ ആ വായ വൃത്തിയാക്കാൻ സഹായിക്കുമ്പോൾ അത് വെറുമൊരു ജോലി തീർക്കലല്ല, അതൊരു സ്നേഹത്തിന്റെ, കരുതലിന്റെ പ്രവൃത്തിയാണ്. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയിലെ ആ ഒരു ശ്രദ്ധ, ആ ഒരു മനോഭാവം, അതാണ് പ്രധാനം. തീർച്ചയായും പ്രവൃത്തിയിലെ ശ്രദ്ധ, മനോഭാവം, പിന്നെ ക്ഷമ, ഇതാണ് പ്രായോഗിക തലത്തിൽ അനുകമ്പ. ചില രോഗികൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവില്ല, അല്ലെങ്കിൽ അവർ എതിർപ്പ് കാണിക്കും. അപ്പോ ഇതെന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കാതെ അവരെ മനസ്സിലാക്കി ശാന്തമായിട്ട് വീണ്ടും ശ്രമിക്കുന്നത്, അതാണ് അനുകമ്പ. ചിലപ്പോൾ ഒരു ചിരി മാത്രം മതിയാകും, അല്ലെങ്കിൽ ദയയോടെ ഒരു വാക്ക്, അല്ലെങ്കിൽ ഒന്ന് പതിയെ തോളിൽ തട്ടുന്നതുപോലും. അതൊക്കെ വലിയ ആശ്വാസം കൊടുത്തേക്കാം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ജീവൻ കൊടുക്കുന്ന ഒരു ഘടകമാണ് അനുകമ്പ. ശരിയാണ്. ഈ അനുകമ്പയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനോട് ബന്ധമുള്ള വേറൊരാശയം ഈ മൊഡ്യൂളിൽ പറയുന്നുണ്ട്: സേവന മനോഭാവം, അല്ലെങ്കിൽ സേവ, സ്പിരിറ്റ് ഓഫ് സർവീസ്, സേവ. നമ്മളിപ്പോൾ സാധാരണ ഒരു ജോലി ചെയ്യുന്നത് ശമ്പളം കിട്ടാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടത്തിനോ വേണ്ടിയാണ്. പക്ഷേ ഈ സേവ എന്ന ആശയം അതിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? നല്ല ചോദ്യമാണ്. സേവ എന്ന വാക്കിന് ഭാരതീയ സംസ്കാരത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. സേവ എന്നു പറയുമ്പോൾ അത് കേവലം നമ്മൾ ചെയ്യേണ്ട ഒരു കടമ നിർവഹിക്കുക എന്നതിനപ്പുറത്തേക്ക് പോകും. അതായത് പ്രതിഫലം ആഗ്രഹിക്കാതെ മറ്റൊരാളുടെ നല്ലതിനു വേണ്ടി ഒരു സമർപ്പണ മനോഭാവത്തോടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് സേവ. ചെയ്യുന്ന പ്രവൃത്തി എന്തുമാകാം, വലുതോ ചെറുതോ ആകാം, പക്ഷേ അതിന് പിന്നിലെ മനോഭാവം, ആ ഒരു നിസ്വാർത്ഥത, അതാണ് പ്രധാനം. അപ്പോൾ ഈ വായയുടെ പരിചരണം നൽകുമ്പോൾ ഈ ഒരു സേവാ മനോഭാവം എങ്ങനെയാണ് കൊണ്ടുവരാൻ പറ്റുക? അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ പരിചരിക്കുന്നത് വെറുമൊരു കേസല്ല, ഒരു സഹജീവിയാണ് എന്ന ബോധം ആദ്യം വേണം. ശരി. ആ ഒരു ബോധത്തോടെ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിലൊരു അഹംഭാവം ഉണ്ടാകില്ല, പകരം വിനയം വരും. ചിലപ്പോൾ ഒരു സന്തോഷം പോലും തോന്നും. ഓരോ രോഗിയെയും നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കുന്ന അധ്യാപകരായി കാണാൻ ശ്രമിക്കാം. ക്ഷമ പഠിപ്പിക്കാം, സഹാനുഭൂതി പഠിപ്പിക്കാം. ഈ മൊഡ്യൂളിൽ തന്നെയുള്ളൊരു വാചകം എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. നമ്മളൊരു വായ വൃത്തിയാക്കുമ്പോൾ നമ്മൾ വെറും അണുക്കളെ നീക്കം ചെയ്യുകയല്ല, നമ്മളൊരു സഹജീവിയുടെ അന്തസ്സ് പുനഃസ്ഥാപിക്കുകയാണ്. അത് വളരെ ശക്തമായൊരു ചിന്തയാണ്. അതെ, ആ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതെത്ര ചെറുതാണെങ്കിലും അതിനൊരു വലിയ അർത്ഥം കൈവരും. അതൊരു സേവയായി മാറും. അത് ശരിയാണ്. അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ ആ പ്രവൃത്തിയുടെ ഭാരം കുറയും, അതിനൊരു പവിത്രത വരും. പക്ഷേ ഈ ധാർമ്മികത, അനുകമ്പ, സേവന മനോഭാവം എന്നൊക്കെ പറയുമ്പോഴും പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാലോ. ഈ മൊഡ്യൂളിൽ തന്നെ ചില ധാർമ്മിക പ്രതിസന്ധികളെക്കുറിച്ച് എത്തിക്കൽ ഡയലമാസ് പറയുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം. നമ്മൾ രോഗിയുടെ വായിൽ എന്തോ ഒരു ഗുരുതരമായ പ്രശ്നം കണ്ടു. പക്ഷെ വീട്ടുകാർ പറയാണ്, അയ്യോ ഇത് പുള്ളിയെ അറിയിക്കരുത്, പുള്ളിക്ക് ടെൻഷനാവും എന്ന്. അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം? ഇത് വളരെ സാധാരണയായിട്ട് പരിചരണം നൽകുന്നവർ നേരിടാൻ സാധ്യതയുള്ളൊരു സിറ്റുവേഷനാണ്.
വളരെ പ്രയാസമുള്ള ഒരു തീരുമാനമെടുക്കേണ്ട സന്ദർഭമാണ്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ധാർമ്മിക തത്വങ്ങൾ പ്രായോഗികമാക്കേണ്ടത്. ഒന്നാമതായി നമ്മൾ സത്യസന്ധരായിരിക്കണം. കണ്ടെത്തിയ വിവരം മറച്ചുവെക്കുന്നത് ശരിയല്ല. പക്ഷേ അതെങ്ങനെ പറയുന്നുവെന്നുള്ളത് പ്രധാനമാണ്. കുടുംബത്തിന്റെ ആ ഒരു ഉത്കണ്ഠയെ നമ്മൾ മാനിക്കണം. അവരോട് വളരെ സൗമ്യമായി, എന്നാൽ കാര്യത്തിന്റെ ഗൗരവം ചോർന്നു പോകാതെ സംസാരിക്കണം. ഒരുപക്ഷേ ഈ വിവരം രോഗിയെ അറിയിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാം. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കരുത്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മേൽനോട്ടക്കാരനെയോ അല്ലെങ്കിൽ ടീം ലീഡറെയോ ഈ വിവരം അറിയിക്കണം. അവരുടെ മാർഗനിർദ്ദേശം തേടണം. അതാണ് ശരിയായ രീതി. ശരി. ഇനി വേറൊരു സാഹചര്യം. രോഗി തന്നെ വായ വൃത്തിയാക്കാൻ സമ്മതിക്കുന്നില്ല. ചിലപ്പോൾ അവർക്ക് വേദനയുണ്ടാവാം, അല്ലെങ്കിൽ പേടിയാവാം, ചിലപ്പോൾ ദേഷ്യം കൊണ്ടാവാം. അപ്പോൾ നമ്മൾ നിർബന്ധിച്ച് ചെയ്യണോ? ഒരിക്കലുമില്ല. നിർബന്ധിച്ചൊന്നും ചെയ്യാൻ ശ്രമിക്കരുത്. അത് രോഗിയുടെ അവകാശത്തെ നിഷേധിക്കലാണ്. ആ സമയത്ത് അവരുടെ ആ വിസമ്മതത്തെ നമ്മൾ മാനിക്കണം. ശരി, ഇപ്പൊ ചെയ്യുന്നില്ല എന്ന് പറയാം. എന്തുകൊണ്ടാണ് അവർ സമ്മതിക്കാത്തതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വേദന കൊണ്ടാണോ, അതോ പേടി കൊണ്ടാണോ, അതോ അവർക്ക് ആ സമയത്ത് താല്പര്യമില്ലാത്തതുകൊണ്ടാണോ? കാരണം മനസ്സിലാക്കിയാൽ അതനുസരിച്ച് നമുക്ക് പെരുമാറാൻ പറ്റും. പേടിയാണെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കാം. വേദനയാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള വഴി നോക്കാം. പിന്നീട് കുറച്ച് കഴിഞ്ഞ് അവർ കുറച്ചുകൂടി ശാന്തരായിരിക്കുമ്പോൾ സ്നേഹത്തോടെ സൗമ്യമായിട്ട് ഒന്നുകൂടി ചോദിച്ചു നോക്കാം. ക്ഷമയാണ് ഇവിടെ ഏറ്റവും പ്രധാനം. നിർബന്ധം ഒന്നിനുമൊരു പരിഹാരമല്ല. ശരി. ഇനി വേറൊരു സാധ്യത. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ്, അതായത് സാധനങ്ങൾ, ചിലപ്പോൾ കുറവായിരിക്കും. ഉദാഹരണത്തിന് ഒരു പ്രത്യേകതരം മൗത്ത് വാഷ്. അത് 2-3 പേർക്ക് ആവശ്യമുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ 1-2 എണ്ണേ ഉള്ളൂ. അപ്പോ ആർക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ? അല്ല, തീർച്ചയായും അല്ല. ഇവിടെ തീരുമാനമെടുക്കേണ്ടത് വ്യക്തിപരമായ ഇഷ്ടത്തിന്റെയോ അടുപ്പത്തിന്റെയോ അടിസ്ഥാനത്തിലാകരുത്. മറിച്ച് ആവശ്യകതയുടെ, നീഡിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ആർക്കാണോ ആ സമയത്ത് ആ സാധനം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്, ആർക്കാണോ അത് കിട്ടിയില്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക, അവർക്കായിരിക്കണം മുൻഗണന. ഇത് നീതിയുടെ ഭാഗമാണ്. എല്ലാവർക്കും തുല്യമായ പരിഗണന എന്ന തത്വത്തിന്റെ ഭാഗമാണ്. ഇനി ഒരു സാഹചര്യം കൂടി. നമ്മളോടൊപ്പം ജോലി ചെയ്യുന്ന വേറൊരാൾ, ഒരു സഹപ്രവർത്തകൻ, ഒരു രോഗിയെ പരിചരിക്കുന്നത് അത്ര സുരക്ഷിതമല്ലാത്ത രീതിയിലാണ്, അൺസേഫ് പ്രാക്ടീസ് ആണ് എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ എന്തു ചെയ്യണം? അത് പോയി പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു പേഴ്സണൽ പ്രശ്നമായിട്ട് മാറില്ലേ? ഇത് കുറച്ച് സെൻസിറ്റീവായ ഒരു വിഷയമാണ്. കാരണം സഹപ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്തേണ്ടതും ആവശ്യമാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ഏറ്റവും ആദ്യത്തെ പരിഗണന എപ്പോഴും രോഗിയുടെ സുരക്ഷയായിരിക്കണം. അതിലൊരു വിട്ടുവീഴ്ചയും പാടില്ല. ശരി. അപ്പോ ആ സുരക്ഷിതമല്ലാത്ത പ്രവൃത്തി കണ്ടാല് നമ്മൾ പ്രതികരിക്കണം. ഒരുപക്ഷെ ആ വ്യക്തിയെ നേരിട്ട് കുറ്റപ്പെടുത്തുന്നതിന് പകരം മാന്യമായ ഭാഷയില്, കഴിയുമെങ്കിൽ സ്വകാര്യമായി ആ ചെയ്യുന്നതിലെ പ്രശ്നം എന്താണെന്ന് ചൂണ്ടിക്കാണിക്കാം. ഇങ്ങനെ ചെയ്താല് ഇന്ന് കുഴപ്പമുണ്ടായേക്കാം എന്ന് സൗമ്യമായി പറയാം. ഇനി അങ്ങനെ പറയാനൊരു മടിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞിട്ടും മാറ്റം വരുന്നില്ലെങ്കിൽ, തീർച്ചയായും നമ്മൾ നമ്മുടെ മേൽനോട്ടക്കാരനെ ഈ വിവരം അറിയിക്കണം. ഇത് വ്യക്തിപരമായ ഒരു പരാതിയായിട്ടല്ല, മറിച്ച് രോഗിയുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന ബോധ്യം നമുക്കും വേണം. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും ശ്രമിക്കണം. ഓർക്കേണ്ട കാര്യം, ധാർമ്മികമായി ശരിയായ ഒരു നിലപാടെടുക്കുക എന്നത് ചിലപ്പോൾ നമുക്ക് വ്യക്തിപരമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നായിരിക്കാം. പക്ഷേ ആ സാഹചര്യത്തിൽ ശരിയായ കാര്യം ചെയ്യാനുള്ള ധൈര്യം കാണിക്കുക എന്നതാണ് പ്രധാനം. ശരിയാണ്. അപ്പോൾ ഈ ധാർമ്മികതയും അനുകമ്പയുമൊക്കെ കാണിക്കുമ്പോഴും ഒരു പ്രൊഫഷണൽ അതിർവരമ്പ് പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഈ മോഡ്യൂൾ പറയുന്നുണ്ടല്ലേ? അനുകമ്പ കൂടിപ്പോയി ഒരു അതിരുവിട്ട അടുപ്പത്തിലേക്ക് പോകുന്നത് പ്രശ്നമാകുമോ? തീർച്ചയായും അത് പ്രശ്നമാകാം. അതുകൊണ്ടാണ് ഈ പ്രൊഫഷണൽ അതിർവരമ്പുകൾ വളരെ പ്രധാനമാണെന്ന് പറയുന്നത്. ഈ അതിർവരമ്പുകളുള്ളത് രോഗിയെ സംരക്ഷിക്കാൻ മാത്രമല്ല, നമ്മളെ തന്നെ, അതായത് പരിചരണം നൽകുന്നവരെ സംരക്ഷിക്കാൻ കൂടിയാണ്. നമ്മൾ സൗഹൃദപരമായി പെരുമാറണം. എന്നാൽ അത് അമിതമായ ഒരു അടുപ്പത്തിലേക്ക്, അല്ലെങ്കിൽ രോഗിയുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതിലേക്ക് പോകരുത്. പ്രായോഗികമായിട്ട് ഈ അതിർവരമ്പുകൾ എങ്ങനെയാണ് നിലനിർത്താൻ പറ്റുക? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒന്ന്, നമ്മുടെ സംഭാഷണങ്ങള് അതെപ്പോഴും രോഗിയുടെ പരിചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ബഹുമാനത്തോടെയുമായിരിക്കണം.
അനാവശ്യമായ വ്യക്തിപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കുക. 2. സമ്മാനങ്ങൾ സ്വീകരിക്കുന്നത്. രോഗികളോ അവരുടെ ബന്ധുക്കളോ ചിലപ്പോൾ സ്നേഹം കൊണ്ട് എന്തെങ്കിലും തന്നേക്കാം. വളരെ ചെറിയ സമ്മാനങ്ങൾ ഒരുപക്ഷെ സ്നേഹപൂർവ്വം നിരസിക്കാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ വലിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങളോ പണമോ സാധാരണ നൽകുന്ന പരിചരണത്തിന് പകരമായി സ്വീകരിക്കുന്നത് തീർച്ചയായും ഒഴിവാക്കണം. അത് പ്രൊഫഷണൽ എത്തിക്സിന് ചേർന്നതല്ല. ശരി. 3. ഒരു കാര്യം, പ്രത്യേകിച്ച് എതിർലിംഗത്തിൽപ്പെട്ട രോഗികളെ പരിചരിക്കുമ്പോൾ ഒരു കുടുംബാംഗത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകന്റെയോ സാന്നിധ്യം ഉണ്ടാവുന്നത് നല്ലതാണ്. ഇത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനും സുതാര്യത ഉറപ്പുവരുത്താനും സഹായിക്കും. ഈ അതിർവരമ്പുകൾ ശ്രദ്ധയോടെ പാലിക്കുന്നത് പരസ്പര വിശ്വാസം നിലനിർത്താനും നമ്മുടെ ജോലി പ്രൊഫഷണലായി ചെയ്യാനും അത്യാവശ്യമാണ്. മനസ്സിലായി. ഇനി കുറച്ചുകൂടി വേറിട്ടൊരു വിഷയമാണ് അടുത്തത്. സ്വയം പരിചരണം, സെൽഫ് കെയർ. അതൊരു ധാർമ്മിക കടമയാണെന്ന് ഈ മൊഡ്യൂളിൽ പറയുന്നു. കേട്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്നത് അതെങ്ങനെയാണ് മറ്റൊരാളോടുള്ള ഒരു ധാർമ്മിക കടമയായി മാറുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. ഒറ്റനോട്ടത്തിലൊരു വൈരുദ്ധ്യം തോന്നാമല്ലേ? പക്ഷേ സംഭവം വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. നമ്മൾ സാധാരണ പറയാറില്ലേ, ഒഴിഞ്ഞ പാത്രത്തിൽ നിന്ന് പകരാൻ കഴിയില്ല എന്ന്. കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും. നമ്മൾ മറ്റുള്ളവരെ നന്നായിട്ട് പരിചരിക്കണമെങ്കിൽ, അവർക്ക് നല്ല കെയർ കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ തന്നെ ശ്രദ്ധിക്കണം. നമ്മൾ ശാരീരികമായും മാനസികമായും തളർന്നിരിക്കുകയാണെങ്കിൽ നമുക്കെങ്ങനെയാണ് മറ്റൊരാൾക്ക് നല്ല പരിചരണം നൽകാൻ പറ്റുക? പ്രത്യേകിച്ച് ദീർഘകാല പരിചരണം. അത് ശാരീരികമായി മാത്രമല്ല, വൈകാരികമായും നമ്മളെ ഒരുപാട് ബാധിച്ചേക്കാം. മറ്റൊരാളുടെ വേദന, ബുദ്ധിമുട്ട് ഇതൊക്കെ സ്ഥിരമായി കാണുമ്പോൾ നമുക്കൊരു ബേൺ ഔട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നമ്മൾ നൽകുന്ന പരിചരണത്തിന്റെ ക്വാളിറ്റിയെ ബാധിക്കും എന്നാണോ പറഞ്ഞു വരുന്നത്? തീർച്ചയായും അതാണ് പോയിന്റ്. നമ്മൾ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മാനസികമായി തളർന്നിരിക്കുകയാണെങ്കിൽ നമ്മുടെ ക്ഷമ കുറയും. നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ടെന്നിരിക്കും, അല്ലെങ്കിൽ ശ്രദ്ധ കുറഞ്ഞെന്നിരിക്കും. ഇതൊക്കെ രോഗിയോടുള്ള നമ്മുടെ പരിചരണത്തെ മോശമായി ബാധിക്കും. അത് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒരു വീഴ്ചയാണ്. ശരിയാണ്. അതുകൊണ്ടാണ് സ്വയം പരിചരണം ഒരു ധാർമ്മിക കടമയാണെന്ന് പറയുന്നത്. ആവശ്യത്തിന് വിശ്രമിക്കുക, നന്നായി ഭക്ഷണം കഴിക്കുക, ജോലിയിൽ നിന്ന് കൃത്യമായ ഇടവേളകൾ എടുക്കുക, മാനസിക പിരിമുറുക്കം തോന്നുമ്പോൾ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുക. ഇതൊക്കെ സ്വയം പരിചരണത്തിന്റെ ഭാഗമാണ്. ഇത് സ്വാർത്ഥതയല്ല, മറിച്ച് നമ്മൾ ചെയ്യുന്ന ഈ പ്രധാനപ്പെട്ട സേവനം നല്ല രീതിയിൽ തുടർന്നുകൊണ്ടുപോവാൻ ഇത് അത്യാവശ്യമാണ്. ശരിയാണ്. നമ്മൾ പലപ്പോഴും ജോലി തിരക്കിനിടയിൽ ഇത് മറന്നുപോകും. ഈ മൊഡ്യൂളിലെ മറ്റൊരു മനോഹരമായ പ്രയോഗമാണ് സൗഖ്യമാക്കുന്ന സ്പർശം, ഫിലോസഫി ഓഫ് ഹീലിംഗ് ടച്ച്. നമ്മുടെ കൈകൾക്ക് അതിനെങ്ങനെയാണ് ഒരു ഹീലിംഗ് പവർ, ഒരു രോഗശാന്തി നൽകാനുള്ള ശക്തി വരുന്നത്? അതും ഈ വായുടെ പരിചരണം പോലുള്ളൊരു പ്രവൃത്തിയിൽ. വായുടെ പരിചരണത്തിൽ നമ്മുടെ കൈകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പലപ്പോഴും രോഗികൾക്ക്, പ്രത്യേകിച്ചും സംസാരിക്കാൻ കഴിയാത്തവർക്ക്, നമ്മുടെ സ്പർശനം ഒരാശയവിനിമയത്തിനുള്ള മാർഗം കൂടിയാണ്. ഭയത്തോടെയോ അല്ലെങ്കിൽ അസ്വസ്ഥതയോടെയോ ഇരിക്കുന്ന ഒരാളെ നമ്മൾ വളരെ ദയയോടെ മൃദുവായി സ്പർശിക്കുമ്പോൾ അത് അവർക്ക് വലിയൊരാശ്വാസം നൽകും. ചിലപ്പോഴൊരു മരുന്ന് കൊടുക്കുന്നതിനേക്കാൾ ഫലം ആ സ്പർശനത്തിനുണ്ടാകും. നമ്മൾ അവരുടെ ചുണ്ടുകൾ പതിയെ നനച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ താടിയെല്ലിനൊന്ന് താങ്ങു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ വൃത്തിയാക്കിയ ശേഷം ഒന്ന് മൃദുവായി തട്ടുമ്പോൾ, ആ ഓരോ സ്പർശനത്തിലൂടെയും നമ്മൾ കൈമാറുന്നത് ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആശ്വാസം നൽകാൻ ഞാൻ ഇവിടെയുണ്ട് എന്നൊരു സന്ദേശമാണ്. ശരി. അതുകൊണ്ട് സ്പർശനം ഒരിക്കലും യാന്ത്രികമാകരുത്, തിടുക്കപ്പെട്ട് എന്തെങ്കിലും ചെയ്ത് തീർക്കുന്ന പോലെ ആകരുത്. ബഹുമാനത്തോടെ, ശ്രദ്ധയോടെ, ദയോടെയുള്ള സ്പർശനത്തിന് ശരിക്കും ഒരു ഹീലിംഗ് പവറുണ്ട്. വാക്കുകൾക്കെത്താൻ പറ്റാത്ത ഇടത്ത് സ്പർശനത്തിനെത്താൻ കഴിയും. ശരിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഈ കാര്യങ്ങൾ, ധാർമ്മിക തത്വങ്ങൾ, അനുകമ്പ, സേവന മനോഭാവം, സ്വയം പരിചരണം, ഈ സൗഖ്യമാക്കുന്ന സ്പർശം, ഇതെല്ലാം നമ്മുടെ ദിവസേനയുള്ള ജോലിയിൽ, ആ പ്രവൃത്തിയിൽ ഇൻറ്റഗ്രേറ്റിംഗ് എത്തിക്സ് ആൻഡ് കമ്പാഷൻ ഇൻ ഡെയിലി വർക്ക് എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും? കേൾക്കുമ്പോൾ എല്ലാം നല്ലതാണ്, പ്രധാനപ്പെട്ടതാണ്. പക്ഷേ എല്ലാ ദിവസവും ഈ തിരക്കിനിടയിൽ ഇതൊക്കെ ഓർത്ത് പ്രവർത്തിക്കാൻ പറ്റുമോ? ഇത് ബോധപൂർവം നമ്മൾ പരിശീലിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ശീലമാക്കി മാറ്റണം. തുടക്കത്തിൽ കുറച്ച് പ്രയാസം തോന്നിയേക്കാം, പക്ഷെ പതിയെ പതിയെ ഇത് നമ്മുടെ ഒരു സ്വഭാവത്തിന്റെ ഭാഗമാകും. അതിന് ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം.
എന്തൊക്കെയാണത്? ഒന്ന്, ഓരോ തവണ നമ്മളൊരു രോഗിയെ സമീപിക്കുന്നതിന് മുൻപ് ഒരു ചെറിയ നിമിഷം മനസ്സുകൊണ്ടൊന്ന് തയ്യാറെടുക്കുക. ഞാൻ ഈ വ്യക്തിക്ക് ആശ്വാസം നൽകാനാണ് പോകുന്നത് എന്നൊരു ചിന്തയോടെ സമീപിക്കുക. ഒരു തരം മൈൻഡ്ഫുൾനെസ് എന്ന് പറയാം. ഓക്കെ. ഓർക്കുക, നാളെ ഒരു നാൾ എന്നെ ആരെങ്കിലും ഇതുപോലെ പരിചരിക്കേണ്ടി വന്നാൽ എനിക്ക് എങ്ങനെയുള്ള പരിചരണം കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുക. അതുപോലെ ഞാനും ഇവരെ പരിചരിക്കും. ആ ഒരു ചിന്ത മതി നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റം വരാൻ. 3, സുരക്ഷാ കാര്യങ്ങൾ. ഗ്ലൗസ് ഇടുന്നത്, കൈ കഴുകുന്നത്, ഇതൊക്കെ വെറും നിയമങ്ങളായിട്ട് കാണാതെ അത് ആ വ്യക്തിയുടെയും എന്റെയും സുരക്ഷയ്ക്ക് എത്രത്തോളം പ്രധാനമാണെന്ന് മനസ്സിലാക്കി ആത്മാർത്ഥതയോടെ ചെയ്യുക. ശരി. 4, ആശയവിനിമയം. നമ്മൾ എത്ര തിരക്കിലാണെങ്കിലും അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിലും രോഗിയോട് സംസാരിക്കുമ്പോൾ കഴിയുന്നതും ശാന്തമായി, സൗമ്യമായി, ഒരു പുഞ്ചിരിയോടെ സംസാരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ മാനസികാവസ്ഥ അവരിൽ പ്രതിഫലിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. 5, ദിവസത്തിന്റെ അവസാനം അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി കഴിയുമ്പോൾ ഒരു നിമിഷം സ്വയം ഒന്ന് വിലയിരുത്തുക. ഇന്ന് എന്റെ പ്രവൃത്തിയിലൂടെ ആർക്കെങ്കിലും ഒരു ചെറിയ ആശ്വാസമെങ്കിലും നൽകാൻ എനിക്ക് കഴിഞ്ഞോ? എന്റെ ഇടപെടൽ കൊണ്ട് ആരുടെയെങ്കിലും മുഖത്തൊരു ചിരി വിരിഞ്ഞോ? ഇങ്ങനെയുള്ള ചെറിയ ചോദ്യങ്ങൾ നമ്മളെ തന്നെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ശരിയാണ്. ഇങ്ങനെ പതിയെ ബോധപൂർവം ശ്രമിക്കുമ്പോൾ ഈ തത്വങ്ങളൊക്കെ നമ്മുടെ പ്രവൃത്തിയുടെ ഭാഗമാകും. അതൊരു ശീലമാകും. അപ്പോ പിന്നെ പ്രത്യേകിച്ച് ഓർക്കേണ്ടി വരില്ല. ഈ മൊഡ്യൂളിൽ കൊടുത്തിട്ടുള്ള ഒരു കേസ് ഉദാഹരണം, അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ പ്രാവർത്തിക്കാമെന്നതിന് നല്ലൊരു ഉദാഹരണമാണ്. അബോധാവസ്ഥയിലുള്ള ഒരു രോഗിയുടെ ചുണ്ടുകൾ വരണ്ടുപൊട്ടി കുറച്ച് രക്തം വരുന്നത് കണ്ടിട്ട് ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ടും ഒരു കെയർഗിവർ അവിടെ ഇരുന്നത് വൃത്തിയാക്കി മരുന്ന് പുരട്ടിക്കൊടുത്ത സംഭവം അതൊന്നുകൂടി പറയാമോ? അതെ, ആ ഉദാഹരണം ശരിക്കും ഈ മൊഡ്യൂളിന്റെ ഒരു സംഗ്രഹമാണ്. സംഭവം ഇങ്ങനെയാണ്. ഒരു പരിചാരക അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് അവർ അബോധാവസ്ഥയിലുള്ള ഒരു രോഗിയുടെ അടുത്തുകൂടി പോകുന്നത്. നോക്കുമ്പോൾ ആ രോഗിയുടെ ചുണ്ടുകൾ വല്ലാതെ വരണ്ടുപൊട്ടി ചെറിയ രീതിയിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു. ആ പരിചാരകയ്ക്ക് വേണമെങ്കിൽ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, അടുത്തയാൾ നോക്കിക്കോളും എന്ന് കരുതി പോകാമായിരുന്നു. പക്ഷെ അവർക്ക് ആ രോഗിയുടെ അവസ്ഥ കണ്ടപ്പോൾ പോകാൻ തോന്നിയില്ല. അതവരുടെ ഉള്ളിലെ അനുകമ്പയാണ്. അവർ തിരികെ വന്ന് കുറച്ചു സമയം കൂടി അവിടെ ഇരുന്ന് ശ്രദ്ധയോടെ പഞ്ഞി നനച്ച് ആ ചുണ്ടുകൾ തുടച്ചുകൊടുത്തു. എന്നിട്ട് അവിടെ പുരട്ടാനുള്ള ജെല്ലെടുത്ത് മൃദുവായി പുരട്ടി. ശരി. ഇത് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ട ഒന്നല്ല, അവർ അധികമായി ചെയ്തൊരു കാര്യമാണ്. അതാണ് സേവന മനോഭാവം. പിറ്റേ ദിവസം രാവിലെ രോഗിയുടെ ബന്ധുക്കൾ വന്നപ്പോൾ അവർ നന്ദിയോടെ ഈ പരിചാരകയോട് പറഞ്ഞു, രാവിലെ ഞങ്ങൾ നോക്കിയപ്പോൾ അവന്റെ മുഖത്ത് നല്ലൊരു സമാധാനമുണ്ടായിരുന്നു, ചുണ്ടുകൾക്ക് നല്ല ആശ്വാസമുണ്ട് എന്ന്. അപ്പോ നോക്കൂ, ആ പരിചാരകയോട് ഒരുപക്ഷെ അവർക്ക് അത്ര വലുതെന്ന് തോന്നാത്ത ആ ഒരു ചെറിയ പ്രവൃത്തി ആ രോഗിയും അവരുടെ കുടുംബത്തിനും എത്ര വലിയ ആശ്വാസമാണ് കൊടുത്തത്. അതാണ് ഈ അനുകമ്പയുടെയും സേവനത്തിന്റെയും ശക്തി. ശരിയാണ്. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന പല കാര്യങ്ങൾക്കും മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അപ്പോ ഈ അവസാന മൊഡ്യൂളിലൂടെ നമ്മൾ കടന്നുപോകുമ്പോൾ, ഈ പരമ്പര അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് കൂടെ കൊണ്ടുപോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്, അല്ലേ? വായുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള അറിവും കഴിവും മാത്രം പോരാ, അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്, അതിന് പിന്നിലെ മനോഭാവം, ആ ധാർമ്മികത, ആ അനുകമ്പ, അതും ഒരുപോലെ പ്രധാനമാണ്. തീർച്ചയായും. ഓരോ രോഗിയുടെയും വ്യക്തിത്വത്തെയും അന്തസ്സിനെയും മാനിക്കുക, സത്യസന്ധത പുലർത്തുക, നീതി ഉറപ്പാക്കുക, രഹസ്യങ്ങൾ സൂക്ഷിക്കുക, വിനയത്തോടെ സേവിക്കുക, കൂട്ടത്തിൽ നമ്മളെ തന്നെയും ശ്രദ്ധിക്കാൻ മറക്കാതിരിക്കുക. കൃത്യമായി പറഞ്ഞു. അതാണ് ഈ മൊഡ്യൂളിന്റെ കാതൽ. ഒരു അവസാന വാചകം കൂടി ഈ പഠനസാമഗ്രിയിൽ നിന്ന് ഞാൻ ഓർത്തെടുത്ത് പറയാം. അത് വളരെ മനോഹരമായി ഈ ആശയത്തെ സംഗ്രഹിക്കുന്നുണ്ട്. ഹൃദയത്തിൽ നിന്നുള്ള പരിചരണം ശരീരത്തിനപ്പുറം സുഖപ്പെടുത്തുന്നു. കൈകൾ ബഹുമാനത്തോടെ ചലിക്കുമ്പോൾ, വാക്കുകൾ ദയ വഹിക്കുമ്പോൾ, സേവനം അനുകമ്പയിൽ നിന്നൊഴുകുമ്പോൾ, വായോടെ പരിചരണത്തിലെ ഓരോ പ്രവൃത്തിയും ഒരു പ്രാർത്ഥനയായി മാറുന്നു. ഓരോ രോഗിയും ഒരു അധ്യാപകനാകുന്നു. ഓരോ പുഞ്ചിരിയും ഒരു അനുഗ്രഹമാകുന്നു. വളരെ വളരെ അർത്ഥവത്തായ വാക്കുകൾ. ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ സംസാരിച്ച ഈ തത്വങ്ങൾ, ഈ അനുകമ്പയുടെയും സേവനത്തിന്റെയും ആശയങ്ങൾ
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന പരിചരണത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായുള്ള സാധാരണ ഇടപെടലുകളിലോ എങ്ങനെ കുറച്ചുകൂടി ആഴത്തിൽ കൊണ്ടുവരാൻ സാധിക്കും? നിങ്ങൾ ചെയ്യുന്ന, ഒരുപക്ഷെ നിങ്ങൾ സ്വയം അറിയാതെ ചെയ്യുന്ന, ദയയോടുകൂടി ഒരു ചെറിയ വാക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ പ്രവൃത്തി, അത് മറ്റൊരാളുടെ ദിവസത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ എത്ര വലിയൊരു നല്ല മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്? ഈ ഒരു ചിന്തയോടെ നമ്മുടെ ഈ ഓഡിയോ പരമ്പരയുടെ അവസാന മോഡ്യൂളിൻ്റെ ഈ ചർച്ച നമുക്കിവിടെ നിർത്താം.